ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ കാരമൽ കേക്കിൻ്റെ റെസിപ്പിയും പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡെക്കറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസൈൻ എനിക്ക് കസ്റ്റമർ ഓൾറെഡി ഒരു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, അത് നോക്കിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഈ കേക്കിന് വേണ്ടത് ഒരു നോർമൽ ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഏത് റെസിപ്പിയാണോ ഫോളോ ചെയ്യുന്നത് ആ സെയിം റെസിപ്പി വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യാം. ഞാൻ ഇതിപ്പോൾ 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1 kg ഒരു ബാറ്റർ 7 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇനി അടുത്തത് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഞാനിവിടെ 1.25 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാരമൽ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കാരമൽ സോസിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് ഉരുക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് 50 ഗ്രാം സോൾട്ടഡ് ബട്ടർ കൂടി ആഡ് ചെയ്തു. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കട്ട പോലെ തോന്നും, പക്ഷേ സാരമില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ കാരമൽ സോസ് റെഡിയാവും. ഇനി കാരമൽ സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിനെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡ് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഈ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത് അതായത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് കാരമൽ സോസും കൂടി ആഡ് ചെയ്ത ഒരു മിക്സ് കൊണ്ടാണ് ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കാൻ മറക്കില്ല കേട്ടോ. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് ഫില്ലിങ്സ് ആയിട്ട് കാരമൽ സോസ് എന്തായാലും വേണം. അത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എന്തെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെറും കാരമൽ സോസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കാരമൽ സോസും കുറച്ച് എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പും പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പ്രലൈൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന് മുൻപ് ചെയ്ത കേക്കിന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതും കൂടി ഇതിൽ ലെയറിൽ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഓപ്ഷണൽ മാത്രമാണ്, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ കാരമൽ സോസ് ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ കുറച്ച് ഗനാഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഈ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിറപ്പ് നോർമൽ ഷുഗർ സിറപ്പും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ മിൽക്ക് മെയ്ഡിൻ്റെയും അതുപോലെ തന്നെ കാരമൽ സോസിൻ്റെയൊക്കെ ആ ഒരു മിക്സ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. കാരമൽ സോസ് ഞാൻ എടുത്ത ഈ ഒരു അളവ് കംപ്ലീറ്റും എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ ലെയേഴ്സിലും അതുപോലെ തന്നെ ഡെക്കറേഷൻസിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ബാക്കി വന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ കാരമൽ സോസൊക്കെ ബാക്കി വരുവാണെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബൗളിലാക്കിയിട്ട് നന്നായിട്ട് ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 2 to 3 വീക്സ് വരെ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഫൈനൽ ലെയറും കൂടെ വെച്ചതിന് ശേഷം കേക്ക് നന്നായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം കേക്ക് മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് ക്രീമിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് മുകളിലൊക്കെ കംപ്ലീറ്റ് ഡിസൈൻസും അതുപോലെ ഡ്രിപ്പിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുകളിലത്തെ പോർഷൻ നന്നായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്ത്, അതായത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എപ്പോഴും നമുക്കൊരു കേക്കിൽ ഇപ്പോൾ സൈഡിലോ അല്ലെങ്കിൽ മുകളിലൊക്കെ ഇതുപോലെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സമയം നിന്ന് കേക്ക് ഫിനിഷ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം കാണാൻ ഒരു വൃത്തിക്ക് റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ കേക്ക് ഇവിടെ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സെറ്റാവാനായിട്ട് വെക്കണം. അപ്പോൾ ഈ കേക്കിൽ മുകളിലത്തെ പോർഷന് 2 സൈഡിൽ 2 ഡിസൈനാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ കാരമൽ സോസ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാരമൽ സോസ് കൊണ്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് താഴോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാരമൽ സോസ് റെഡിയാക്കി വെച്ച് ഇത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ അത് കുറച്ച് കട്ടിയാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 1 ടീസ്പൂൺ നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി എത്രത്തോളം ലൂസ് ആവുന്നുണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 1-2 ടീസ്പൂൺ നല്ല ചൂടുവെള്ളം വേണം ആഡ് ചെയ്യേണ്ടത്. അപ്പം ആദ്യമേ ഒരുപാട് വെള്ളം ആഡ് ചെയ്യൽ, കുറേശ്ശെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു സൈഡ് കംപ്ലീറ്റ് ഈ സോസ് കൊണ്ട് തന്നെ കവർ ചെയ്യണം. ഇനി ഈ റോസറ്റ് ചെയ്യുന്നതിൻ്റെ ചെറിയ നോസിലുണ്ട് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു സൈഡ് കംപ്ലീറ്റും ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ബോർഡറിൽ ഈ ഒരു സെയിം ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുകളിൽ കുറച്ച് ഗോൾഡൻ കളറിലെ മിനി ഷുഗർ ബോൾസും കൂടി ഇട്ടു. പിന്നെ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ കോയിൻ ടോപ്പറും കൂടി വെച്ചു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കസ്റ്റമറിൻ്റെ അടുത്ത് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.